നമസ്കാരം. അഖിൽ സത്യന് മോഹൻലാലിൻ്റെ ഡേറ്റ് അത്ഭുതപ്പെടേണ്ട. മലയാളത്തിലെ ഈ പുതുവർഷത്തിൽ ചരിത്ര വിജയമായി മാറിയ സർവ്വമായയുടെ സംവിധായകനും എഴുത്തുകാരനും എഡിറ്ററുമൊക്കെയായ അഖിൽ സത്യന് മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട. ഏതൊരു താരവും അത് നൽകും. അത്ര കോമ്പാക്റ്റ് ആയിട്ടുള്ള, അത്ര വിജയ ഫോർമുലകൾ സമന്വയിപ്പിച്ചിട്ടുള്ളൊരു സിനിമയാണ് സർവ്വമായ. എന്നാൽ മറ്റൊന്നുണ്ട്, മോഹൻലാലിൻ്റെ ഡേറ്റിന് മുൻപ് തന്നെ മമ്മൂട്ടി ഡേറ്റ് കൊടുത്തു കാണും. കാരണം പുതിയ തലമുറയിലെ ഓരോ പ്രഗത്ഭരും വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ആവേശഭരിതരാക്കുകയും അവർക്ക് ഡേറ്റുകൾ നൽകുകയും ഒക്കെ ചെയ്യുന്നതിൽ ഏറ്റവും മുമ്പിൽ ആരാണ്? മമ്മൂട്ടി. അപ്പോൾ തീർച്ചയായിട്ടും മമ്മൂട്ടി അഖിൽ സത്യന് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാകും. അതൊരു വാർത്ത, ഇത് രണ്ടും വാർത്തയായിട്ടോ ഒരു സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളൊരു വാർത്തയായിട്ട് പുറം ലോകത്ത് അറിഞ്ഞിട്ടില്ലെങ്കിലും സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മോഹൻലാലും ഈ ചെറുപ്പക്കാരന് സംവിധാനം ചെയ്യാൻ, ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി സജ്ജമായി നിൽക്കുകയാണ് എന്നതാണ് ഇതിൻ്റെ അണിയറ വർത്തമാനം. മോഹൻലാലിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ മമ്മൂട്ടിയുടെ ഡേറ്റ് അതീവ പ്രാധാന്യമുള്ളതാണ്. കാരണം ഓരോ സംവിധായകരും, പുതുമുഖ സംവിധായകരും ചെറുപ്പക്കാരും ചലച്ചിത്ര രംഗത്തേക്ക് വരുമ്പോൾ അവരുടെ സ്വപ്നം, ഒരു നക്ഷത്രത്തെ പിടിക്കുന്നത് പോലെയുള്ള അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ ഒരു ഡേറ്റാണ്. അവരെ അഭിനയിപ്പിച്ചുകൊണ്ടുള്ള അവരുടേതായിട്ടുള്ളൊരു സിനിമയാണ് അവരുടെ സ്വപ്നം. അപ്പോൾ അതിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്രയാണമാണ് ഈ ഒട്ടുമിക്ക സംവിധായകർക്കും, ഒട്ടുമിക്കല്ല എല്ലാവർക്കും തന്നെ. അപ്പോൾ അത് കിട്ടുന്നത് വളരെ വിരലെണ്ണാവുന്നവർക്ക് മാത്രമാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ഡേറ്റ് അഖിൽ സത്യന് കിട്ടി എന്ന് ഇപ്പോൾ വർത്തമാനമുണ്ട്. അതുപോലെ അതിനേക്കാൾ മുമ്പ് തന്നെ മമ്മൂട്ടി തീർച്ചയായിട്ടും അഭിനന്ദിച്ച് കാണും, ഡേറ്റും പുള്ളി കൊടുത്തു കാണും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. പക്ഷേ ഇതിന് പുറന്നോട്ട് നോക്കുമ്പോൾ അഖിൽ സത്യൻ്റെ അച്ഛൻ സത്യൻ അന്തിക്കാട് ഈ രണ്ടു താരങ്ങളെയും സമാസമം, അതായത് മോഹൻലാൽ സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ കാലത്തും അദ്ദേഹം മമ്മൂട്ടിയുടെ സിനിമകളും അവരുമായിട്ടും നല്ല ബന്ധവും നല്ല പ്രോജക്റ്റുകളും നല്ല സിനിമകളും ചെയ്യാൻ എപ്പോഴും അങ്ങനെ ഒരു ബന്ധവും ആശയവിനിമയവും രണ്ടുപേരെയും അംഗീകരിക്കുന്ന, രണ്ടുപേരെയും ചേർത്തിണക്കിക്കൊണ്ട് പോകുന്ന ഒരു സംവിധായകരിൽ വളരെ കുറച്ചുപേരെ അങ്ങനെയുള്ളൂ. ആ കൂട്ടത്തിൽ പ്രമുഖനാണ് സത്യൻ അന്തിക്കാട്. അപ്പോൾ ആ സത്യൻ അന്തിക്കാടിൻ്റെ മകൻ ഇങ്ങനെ ഒരു തലത്തിലേക്ക് ഉയരുന്നത് മലയാള സിനിമയ്ക്ക് നല്ലതാണ്. മലയാള സിനിമയിലെ മനോഹരമായ സിനിമകൾ ഉണ്ടാകാനും മികച്ച പ്രോജക്റ്റുകൾ ഉണ്ടാകാനും ഒക്കെ അത് കാരണമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.